എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരുപാട് കനം കുറച്ചെടുക്കേണ്ട, വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കനത്തിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഈ കട്ട് ചെയ്ത ഓരോ ഭാഗവും എടുത്ത് കൈ കൊണ്ടൊന്ന് ഇതളുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ മുറിച്ചിടുന്ന സമയത്ത് കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഇതുകൊണ്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ആ ഇതളുകളൊക്കെ ഒന്നൊന്നായിട്ട് സ്പ്ലിറ്റായി വരും. ആ ഒരു രീതിയിൽ കൈ കൊണ്ടെല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നീട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അത് ഇതേപോലെ എല്ലാം ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്ത ഉപ്പും പച്ചമുളകും ഒക്കെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഒരുപാട് തിരുമ്മി ഉടച്ചെടുക്കേണ്ട കാര്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടും. ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു മാങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതിയാകും. പുളിയില്ലാത്തതാണെങ്കിൽ ഒരു ഫുൾ മാങ്ങ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ചതച്ചതിന് ശേഷം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിലിട്ട് മാങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് പുളിയില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മാങ്ങ ചേർത്ത് കൊടുത്തോളൂ. അപ്പം മാങ്ങയൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ചുള്ള നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ, പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീരോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ സവാളയും പച്ചമാങ്ങയും കൊണ്ട് തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് പച്ചത്തക്കാളി ഇട്ട ഒഴിച്ചു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചത്തക്കാളി എടുത്ത് വയ്ക്കാം. ഇത് കുറച്ചധികം വലിപ്പമുള്ള തക്കാളിയാണ്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഒരു രീതിയിൽ കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് അനുസരിച്ച് മുറിച്ച് വയ്ക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തക്കാളിയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മണമാണ് കറി വയ്ക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. തക്കാളിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2ഓ 3ഓ ചേർത്ത് ഇതേപോലെ നടുവേ ഒന്ന് കീറിയതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക്
വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ഉണക്ക മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉണക്ക മത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒഴിച്ച് കറിക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ടിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളച്ച് വരരുത്. അതുപോലെ തിളയ്ക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇത് മൂടി വെച്ച് അതിൻ്റെ മണമൊക്കെ കറിയിലൊന്ന് പിടിക്കത്തക്ക വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് താളിച്ചതൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പച്ചത്തക്കാളി ഉണക്കമീൻ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് പാവയ്ക്കയും വൻപയറും ചേർത്തിട്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വൻപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇനി അത് കുതിരാനിട്ടതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പാവയ്ക്കാണ് ഞാൻ തോരൻ വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് മൂത്ത് പോകാത്ത പാവയ്ക്കാണ്. കുരുവൊന്നും മുറ്റിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കൊത്തിയതിന് ശേഷം വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളിലുള്ള കുരു മുറ്റാത്തത് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് വെച്ച് തന്നെ നമുക്ക് കൊത്തി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് മൂത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്ത പാവയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് ഈ തോരൻ വയ്ക്കാൻ നല്ലത്. അപ്പോൾ അത് അരിഞ്ഞെടുത്ത പാവയ്ക്ക ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ഉണ്ടൻമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമുള്ള മുളക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുതിരാൻ വെച്ചിരുന്ന പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ പയർ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്കയുടെ പുറത്തേക്ക് പയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളമൊഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം.
പാവയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു നനവ് പോലെയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടമുളകാണെങ്കിൽ നല്ലൊരു മണവും കൂടി കിട്ടും തോരന്. അതാ അത് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പം പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുകും ചുവന്നുള്ളി വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പാവയ്ക്ക പയർ തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ പാവയ്ക്കയും പയറും കൂടെയൊക്കെ തയ്യാറാക്കി നോക്കും. പാവയ്ക്കയുടെ അധികം കയ്പ്പ് വരികയില്ല. നല്ല ടേസ്റ്റുള്ളൊരു തോരനുമാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാവയ്ക്കയും പയറും കൂടി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പാവയ്ക്ക മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.